ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇസ്രായേലിലെ രാജാക്കന്മാരെ കുറിച്ച് പഠിച്ചു വരുമായിരുന്നു. ഷൗലായിരുന്നു ആദ്യത്തെ രാജാവ്. ഷൗലിനെ പറ്റി പതനത്തെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. സോ ഈ ക്ലാസ്സിൽ അതിനുശേഷം വന്ന രാജാവിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഷൗൽ രാജാവിന്റെ പതനം, അതായത് ദൈവം ഒരാളെ സെലക്ട് ചെയ്തു, അയാൾ പരാജയപ്പെട്ടാൽ ദൈവം അവിടെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. ഒരിക്കലുമല്ല. അവിടെയാണ് ഇന്നത്തെ കഥയിലെ നമ്മുടെ നായകൻ കടന്നു വരുന്നത്. അത് മറ്റാരുമല്ല, ദാവീദാണ്. ഇസ്രായേൽ രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദ്. ദാവീദിനെ അഭിഷേകം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ദാവീദ് ആരായിരുന്നു? ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. സോ ആ ഒരു ആട്ടിടയനെ ഒരു രാജാവായിട്ട് മാറ്റിയ ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. നമ്മൾ പറഞ്ഞ പോലെ ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. അതായത് ബാലനായിരുന്ന സമയത്ത് അപ്പനെ അനുസരിച്ചും വീട്ടിലെ ജോലികൾ കൃത്യമായി ചെയ്തും കഴിഞ്ഞിരുന്ന ഒരു സാധാരണ പയ്യൻ. പക്ഷേ അവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ചെയ്യുന്ന ജോലി എന്തുമായിക്കോട്ടെ അത് 100% ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ദാവീദിനെ ദൈവം സെലക്ട് ചെയ്തതെന്ന്. സോ നമുക്ക് ദാവീദിന്റെ ബാല്യകാലത്തേക്ക് ഒന്ന് പോവാം. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ഒന്നായ യഹൂദ ഗോത്രത്തിലെ ഈശായിയുടെ മകനായിരുന്നു ദാവീദ്. ഈ ഇസ്രായേൽ ഗോത്രം 12 ഗോത്രങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അത് പഠിക്കുക. ദാവീദിന്റെ ജ്യേഷ്ഠന്മാരായ ഏലിയാബ്, അബീനാദാബ്, ഷമ്മ എന്നിവരൊക്കെ പട്ടാളക്കാരായിരുന്നു. എന്നാൽ ദാവീദ് കാട്ടിലെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അത് മാത്രമല്ല, ദാവീദിനൊരു സ്കില്ലുണ്ടായിരുന്നേ. നല്ല ഹാർപ്പില്ലേ, കിന്നര വായിക്കുന്ന ഒരു മ്യൂസിഷ്യനായിരുന്നു ബേസിക്കലി നമ്മുടെ ദാവീദ്. അപ്പോൾ ഒരു ആട്ടിടയൻ എന്നത് അത് അത്ര വലിയ ജോലിയൊന്നുമല്ല. പക്ഷെ ദാവീദ് അത് ജീവൻ പണി വെച്ചായിരുന്നു ചെയ്തത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആടുകളെ പിടിക്കാൻ ഒരു സിംഹം വന്നു, പിന്നെ ഒരു കരടി വന്നു. ഇവിടെയൊക്കെ സാധാരണ ബാലന്മാരെന്തോ ഓടി അപ്പൻ്റെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് ആടുകളെല്ലാം ഇവർ കൊണ്ടുപോകും. പക്ഷേ അവിടെ ദാവീദ് എന്താ ചെയ്തേ? അവയെ നേരിട്ട് അതിനെ കൊല്ലുകയും ആ ആടുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. സോ ആ സമയത്ത് തന്നെ ദൈവം ദാവീദിനെ കണ്ടു. ആ ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ പോലും അവൻ കാണിച്ച വിശ്വസ്തതയായിരുന്നു പിന്നീട് ദൈവത്തിന്റെ ജനത്തെ നയിക്കാൻ അവനെ പ്രാപ്തനാക്കിയ ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് ദൈവം കണ്ടത്. സോ തോട്ട് ഫോർ ദ വീക്കായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ വീട്ടിലോ സ്കൂളിലോ നമുക്ക് തരുന്ന ചെറിയ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പഠനം അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്നതോ, ചെറിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്? ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായവനെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതാണല്ലോ ദൈവത്തിന്റെ നീതി. സോ നമ്മൾ എത്രയാണ് വിശ്വസ്തര് എന്നൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സോ നമുക്ക് എങ്ങനെയാ ഒരു അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പിന്റെ ആ ഇൻസിഡന്റ് നമുക്ക് നോക്കിയാലോ. അന്ന് ശൗമേൽ പ്രവാചകനായിരുന്നു ഇസ്രായേലിലെ പ്രവാചകൻ. സോ ശൗമേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ തൈലത്തിന്റെ കൊമ്പ് നിറച്ചുകൊണ്ട് ബേത്ലഹേമിൽ ഈശായിയുടെ അടുത്തേക്ക് പോവുക. അവന്റെ മക്കളിൽ ഒരാളെ ഞാൻ രാജാവായി കണ്ടുവച്ചിട്ടുണ്ടെന്ന് യഹോവ ശൗമേൽ പ്രവാചകനോട് പറയുന്നു. സോ ശൗമേൽ അവിടെ ബേത്ലഹേമിൽ എത്തിയപ്പോൾ ഈശായി തന്റെ മക്കളെ ഓരോരുത്തരായി കാണിച്ചു. അപ്പോൾ ശൗമേൽ ഈശായിയോട് പറഞ്ഞു, ഞാനിവിടെ ഒരു യാഗം കഴിക്കാനാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ശൗമേൽ അവിടെ എത്തിയപ്പോൾ നിന്റെ മക്കളെ ഓരോരുത്തരെ വിളിക്കാൻ പറഞ്ഞു ശൗമേല്. സോ അങ്ങനെ ശമൂവേല് നമ്മുടെ ഇശായിയുടെ ഓരോ മക്കളെ ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ മക്കളായി വന്നു. അപ്പോൾ ഫസ്റ്റ് ഏലിയാബിനെ കണ്ടപ്പോൾ ശമൂവേൽ കരുതി ഇവൻ തന്നെയാകും ആ രാജാവ്. കാരണം നല്ല ഉയരമുണ്ട്, തടിയുണ്ട്, ലുക്കുണ്ട്, എല്ലാം കൊണ്ടും കൊള്ളാം. അപ്പം ശമൂവേലിന്റെ മനസ്സിൽ പറഞ്ഞു ഇവനായിരിക്കും രാജാവെന്ന്. പക്ഷേ എന്നാൽ ദൈവം എന്താ പറഞ്ഞേ? മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ഞാനോ ഹൃദയത്തെ നോക്കുന്നു. അങ്ങനെ അവനെ മാറ്റി രണ്ടാമത്തെ ആൾ വന്നപ്പോഴും ശമൂവേൽ വിചാരിച്ചു ഓക്കെ ഇവനായിരിക്കും. പക്ഷേ അവിടെയും ദൈവം പറഞ്ഞു ഇനിയുണ്ട്. അങ്ങനെ ഓരോരുത്തർ കടന്നു വന്നു. അങ്ങനെ ഒടുവിൽ 7 പേർ കഴിഞ്ഞപ്പോൾ ശമൂവേൽ ചോദിച്ചു, ഇത്രേ ഉള്ളോ? പക്ഷെ ഈ 7 പേരെയും ദൈവം തിരഞ്ഞെടുത്തതേ ഇല്ല. അപ്പോൾ ഈ ചോദ്യം കേട്ടപ്പോൾ ഈശായി പറയുന്നു, ഏറ്റവും ഇളയ ഒരു പയ്യനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാൻ കാട്ടില്ല എന്ന് പറയും. അപ്പം നോക്കിക്കേ, ഈ വീട്ടുകാർ പോലും ആ ചടങ്ങിലേക്ക് വിളിക്കാൻ മറന്നുപോയ ആ ഒരു ഇടയപ്പയ്യനെയാണ് ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് ആക്കിയത്. അപ്പം ദാവീദ് ഓടി വന്നതും ദൈവം പറഞ്ഞു, എഴുന്നേക്ക്, ഇവനാണ് അടുത്ത ഇസ്രായേലിലെ രാജാവ്, അവനെ അഭിഷേകം ചെയ്യൂ, ഇവനെ അഭിഷേകം ചെയ്യുമെന്ന് യഹോവ ശമൂവേലിനോട് പറയുന്നു. നോക്കിക്കേ, ദാവീദ് തൻ്റെ കുടുംബത്തിൽ അവഗണിക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണുകൾ അവൻ്റെ മേലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അതൊരു വലിയ പാഠമാണ് അല്ലേ. നമ്മളെല്ലാവരും ഒന്നും അക്സെപ്റ്റ് ചെയ്തോണമെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. ചിലപ്പോൾ നമ്മുടെ സ്കൂളിലോ കോളേജസിലോ ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പം നമ്മൾ അവഗണിക്കപ്പെട്ടേക്കാം. നമ്മൾ ചിലപ്പം വിളിച്ചിട്ടുണ്ടാകത്തില്ല, മെയിനായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. പക്ഷേ ദൈവം നമ്മളെ സെലക്ട് ചെയ്താൽ ബാക്കി ആര് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ഹമ്പിളായിരിക്കണം. സോ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ? ദൈവത്തിൻ്റെ പദ്ധതി തടയാൻ ആർക്കും ആവത്തില്ല.
ഒരു വ്യക്തി പരാജയപ്പെട്ടാൽ ദൈവം തൻ്റെ ഉദ്ദേശം ഉപേക്ഷിക്കുകയല്ല. നോക്കിക്കേ, ശൗല് പരാജയപ്പെട്ടില്ലേ, എങ്കിൽ പിന്നെ ഇനി രാജാക്കന്മാർ വേണ്ടെന്നാണോ ദൈവം പറഞ്ഞത്? ഒരിക്കലുമല്ല. ദൈവം മറ്റൊരു വിശ്വസ്തനായ വ്യക്തിയെ കണ്ടെത്തി. സോ നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുക. ദൈവം നമ്മൾ ഓരോ പർപ്പസിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പർപ്പസിൽ ഫെയിൽ ആയാൽ ദൈവം വേറെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കും. സോ പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് നമുക്ക് പഠിക്കാവുന്നത്, പുറമേയുള്ള ലുക്കല്ല പ്രധാനം. ലോകം നമ്മളുടെ സൗന്ദര്യമോ പണമോ ഒക്കെ നോക്കാം, പക്ഷേ ദൈവം നോക്കുന്നത് നിങ്ങളുടെ ഹൃദയമാണ്. നിങ്ങൾ എന്താ ചിന്തിച്ചത്, നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു, നിങ്ങളുടെ ആ മനസ്സിൽ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം, അതാണ് ദൈവം നോക്കുന്നത്. അതായിരിക്കും ദൈവം ചെക്ക് ചെയ്യുന്നത്. സോ മൂന്നാമത്തെ ഒരു പോയിന്റ്, അവഗണിക്കപ്പെട്ടാലും വിഷമിക്കേണ്ട. സ്വന്തം വീട്ടുകാർ പോലും നിങ്ങളെ വിലമതിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ദാവീദിനെ നോക്കൂ, ദൈവം അവനെ ഉയർത്തി ഇസ്രായേൽ മഹാരാജാവാക്കിയില്ലേ? അതേപോലെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നെ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഹിതം തേടുക. വലിയ പ്രവാചകനായ ശൗമേൽ പോലും ആളുകളെ കണ്ടപ്പോൾ തെറ്റുപറ്റി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്കെല്ലാം ഈ പാഠം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.